പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 2-3 തിരുവചനങ്ങളിലൂടെ യേശു പറയുന്നു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ട് പോകും. മനുഷ്യജീവിതം ഒരു തീർത്ഥയാത്രയാണ്. സൃഷ്ടാവായ ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന, നമുക്കായി കരുതിയിരിക്കുന്ന നിത്യ വസതിയിലേക്കുള്ള യാത്ര. ഈ യാത്രയുടെ ഗതി മാറ്റാനും ദൈവിക പദ്ധതിയെ തകിടം മറിക്കുവാനും നമ്മുടെ ശത്രുവായ പിശാച് നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്തിനാണ് പിശാച് വരുന്നത്, അല്ലെങ്കിൽ പിശാച് എന്താണ് ചെയ്യുന്നത്? യോഹന്നാൻ 10:10 മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ് കള്ളൻ വരുന്നത്. 1 പത്രോസ് 5:8 തിരുവചനം പറയുന്നു, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം എന്ന് അന്വേഷിച്ചു കൊണ്ട് ചുറ്റി നടക്കുന്നു. എഫേസോസ് 6:10 ആത്മീയ സമരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ എന്ന്. വിശ്വാസവും സത്യവും നീതിയും സമാധാനവും എല്ലാറ്റിലും ഉപരിയായി ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുത്തിട്ട് വേണം നാം ആത്മീയ സമരത്തിന് ഒരുങ്ങുവാനായിട്ട്. ഈ പോരാട്ടത്തിൽ നമ്മുടെ ശത്രുവിനെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ കീഴടക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് കൂടിയേ തീരൂ. എഫേസോസ് 6:17 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാനിരതരായിരിക്കുവിൻ എന്ന്. നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴാണ് പ്രലോഭനങ്ങളെയും അതുപോലെ സാത്താൻ്റെ കെണികളെയും അതിജീവിച്ച് ദൈവിക പദ്ധതി അനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ദൈവത്തിൽ വിശ്വാസമുള്ളവർക്കാണ് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാനുള്ള കൃപ ഉള്ളത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവന് എന്താണ് സംഭവിക്കുന്നത്? യെശയ്യാ 40:29 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് പറയുന്നു, തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയേറ്റു വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. അവൻ കഴുകനെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ഈശോ നമുക്ക് ശക്തി പകരുകയാണ്. തളർന്നവന് ബലം കൊടുക്കുന്നതും ശക്തി പകരുന്നതും ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴാണ്. ഈശോ നിരന്തരം പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടാണ് ശക്തി പ്രാപിക്കുന്നത് എന്ന് ബൈബിളിൽ നാം കാണുന്നുണ്ട്. ഫിലിപ്പി 4:6-7 തിരുവചനങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ്, പ്രാർത്ഥനകളിലൂടെയും അപേക്ഷകളിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളിലൂടെയും നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. അപ്പോൾ പ്രാർത്ഥനയിലൂടെ ദൈവവുമായി ഐക്യത്തിൽ നാം ജീവിക്കണം. അപ്പോഴാണ് നാം ശക്തി പ്രാപിക്കുന്നത്. ഇതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.